സോളാർ ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ്. വെറുതെ വിടൂ, അനുസ്മരണത്തിനെങ്കിലും നിങ്ങൾ വെറുതെ വിടൂ. ഈ പറഞ്ഞൊരു വ്യക്തി നിങ്ങൾക്കറിയാം, സോളാർ സമയത്ത് എൻ്റെ പിതാവിനെ ആക്രമിച്ചു, എന്നെ ആക്രമിച്ചു, എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു. എനിക്ക് പറയുന്നതിലൊന്നും മടിയില്ല. നമസ്കാരം. ഈ അടുത്തിടെ കുറേ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. പശ്ചിമ ബംഗാളിൽ അധികാരമേറ്റു, തമിഴ്നാട്ടിൽ അധികാരമേറ്റു. കേരളത്തിൽ 4/3 ഭൂരിപക്ഷത്തിൽ UDF-ന് ഭരണം കിട്ടിയിട്ടും ഇതുവരെയും മുഖ്യമന്ത്രി ആരാണ് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കാതെ കടന്നാണ്ട് ഉഴലുവാണ്. 2-3 ദിവസങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിമാർക്ക് വേണ്ടിയിട്ടുള്ള കടിപിടി എത്രമാത്രം ആഭാസകരമായി പോയി എന്നുള്ളതും നമ്മൾ കണ്ടത് തന്നെയാണ്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് ഇടപെട്ട് അതിനൊക്കെ ഒരു തടസ്സം അല്ലെങ്കിൽ അതിനൊരു സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാമെങ്കിൽ പോലും കൂടെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വലിച്ചു കിട്ടുന്നു? ഇവിടെ ഹൈക്കമാൻഡ് വെറും ലോ കമാൻഡായി മാറുകയാണോ എന്നുള്ളത് പൊതുസമൂഹം ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, 23-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിണറായി ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള വിധിയെഴുത്താണ് ഇവിടെ ജനം നൽകിയത്. UDF-ന് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു അധികാരവും അല്ലെങ്കിൽ ഇത്രയും വമ്പൻ ഭൂരിപക്ഷവും നൽകിയത് എന്തുകൊണ്ടാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ UDF-നോടുള്ള സ്നേഹം കൊണ്ടോ അതുമല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടോ നൽകിയൊരു അംഗീകാരം അല്ലെങ്കിൽ ഒരു സമ്മതമോ ആയിരുന്നില്ല. മറിച്ച് ഇവിടെ പിണറായി ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ളൊരു വിധിയെഴുത്താണ് എന്നുള്ളത് ഇതുവരെ ഹൈക്കമാൻഡ് പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിനൊരു സൂചന പോലെയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കാണുന്നത്. കാരണം എത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് ഏറ്റ ആ ഒരു അടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു വമ്പൻ പരാജയം, അത് എത്രമാത്രം ആഘാതം അവരെ തന്നെ സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് വോട്ടെണ്ണിയ അന്ന് തന്നെ മുഖ്യമന്ത്രി ഗവർണർക്ക് രാജി സമർപ്പിച്ച ഒരു കാര്യം. നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള സർക്കാരിൻ്റെ ഭരണതലപ്പത്തുള്ള പല ഉന്നത ഉദ്യോഗസ്ഥരും നമുക്കറിയാം, അഡ്വക്കേറ്റ് ജനറൽ മുതൽ അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അതുപോലെ സ്റ്റേറ്റ് അറ്റോർണി ജനറൽ, അതുപോലെ തന്നെ കിഫ്ബിയുടെ ചെയർമാൻ, ഇങ്ങനെ കുറേ ഉന്നതരായിട്ടുള്ള ഭരണകർത്താക്കൾ രാജിവെച്ച് കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെയും പുതിയ മന്ത്രിസഭ ആരാണ് ആ മന്ത്രിസഭയെ നയിക്കുന്നത് അല്ലെ മന്ത്രിസഭ അധികാരമേൽക്കാനോ ഇതുവരെ ഒരു ഉത്സാഹം കാണിക്കുന്നില്ല. ഇത്രയും ഭൂരിപക്ഷം കിട്ടിയിട്ട് പോലും ഇവിടെയൊക്കെയാണ് ഹൈക്കമാൻഡ് വെറും ലോ കമാൻഡായി മാറുന്നുണ്ടോ എന്നുള്ളത് സാധാരണ രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ ചോദിക്കുന്നത്. കോൺഗ്രസ്സുകാരല്ല ചോദിക്കുന്നത്, സാധാരണ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത് കാണേണ്ടത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ VD സതീശന് വേണ്ടിയിട്ട് ഒരു ഭയങ്കരമായ PR വർക്ക് നടക്കുന്നു. ഈ PR വർക്ക് എന്തുകൊണ്ട് ഹൈക്കമാൻഡ് നോക്കി കാണുന്നില്ല? എല്ലാ നേതാക്കന്മാർക്കുള്ള PR വർക്ക് കുറച്ചൊക്കെ ഉണ്ടാവാം, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇവിടെ VD സതീശന് വേണ്ടിയിട്ട് ഒരു വമ്പൻ PR വർക്ക് നടക്കുകയാണ്. അതായത് ഈ കേരള സംസ്ഥാനത്ത് ശരിക്കും ഇത്രയും ഒരു കെട്ടുറപ്പോട് കൂടി നല്ലൊരു അധികാരം കയ്യിൽ കിട്ടിയിട്ട് അത് തെരുവിൽ തമ്മിത്തല്ലുന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് അനുവാദം കൊടുത്തു, അല്ലെങ്കിൽ അതിന് സാഹചര്യം ഒരുക്കിയതിൻ്റെ പ്രധാന കാരണക്കാർ ഈ 3 നേതാക്കന്മാരും ആണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ശരിക്കുള്ള കാരണക്കാർ ഈ ഹൈക്കമാൻഡ് തന്നെയാണ്. കാരണം ഹൈക്കമാൻഡ് ഇത് മുൻകൂട്ടി കാണേണ്ടതുണ്ടായിരുന്നു. അതിന് പകരം ഇതിനുള്ള അവസരമെല്ലാം ഒരുക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു പരിധിവരെ അതിനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മളിവിടെ കാണേണ്ടത് ഈ VD സതീശന് വേണ്ടിയിട്ട് ഇത്രയും PR വർക്കുകൾ നടത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്? അതെന്തുകൊണ്ട് ഹൈക്കമാൻഡ് ഗൗരവത്തിലെടുക്കുന്നില്ല? കാരണം ഈ കഴിഞ്ഞ ദിവസം കൂടെ നമ്മളതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അതായത് ഈ മെയ് 1-ാം തീയതി, നമ്മുടെ വോട്ടെണ്ണുന്നത് മെയ് 4-ാം തീയതിയാണ്. മെയ് 1-ാം തീയതി രാവിലെ കൊച്ചിയിൽ നിന്ന് 8:40 ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് VD സതീശൻ പോയി. ആ പോകുന്ന സന്ദർഭത്തിൽ VD സതീശനോടൊപ്പം ഉണ്ടായിരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT സംഘം വളരെ കാര്യമായിട്ട് സംശയിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രജികുമാർ ഉൾപ്പെടെയാണ് VD സതീശൻ മംഗലാപുരത്തേക്ക് പോയത്. മംഗലാപുരത്ത് പോയിട്ടാണെങ്കിൽ പോലും കൂടെ ഇവിടുത്തെ കോൺഗ്രസ് എപ്പോഴും നിശീതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കിഷോർ ആൽവേനെ അവിടെ സന്ധിച്ചിരിക്കുന്നു.
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന മുന്നണി NDAയുടെ ഭാഗമായിട്ടുള്ള BM ഫറൂഖിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ NDAയുടെ മറ്റൊരു പ്രമുഖ നേതാവും വ്യവസായമായിട്ടുള്ള മുഹിയുദ്ദീൻ ബാവ, അദ്ദേഹം മുൻ MLC കൂടിയാണ്, NDAയുടെ ഒരു നേതാവാണ്, അദ്ദേഹവും ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താണ് ഈ രഹസ്യ കൂടിക്കാഴ്ച എന്നുള്ളതിനെപ്പറ്റി ഈ നിമിഷം വരെയും VD സതീശൻ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. ഇതിനകത്തൊക്കെ നടക്കുന്ന അന്തർനാടകങ്ങൾ എന്തൊക്കെയാണ്? അതായത് രാഹുൽ ഗാന്ധി നിരന്തരം ഈ അംബാനി അദാനി ഗ്രൂപ്പുകൾക്കെതിരെ, അതായത് നരേന്ദ്രമോദി സർക്കാരുകൾക്കെതിരെ അതിശക്തമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അതായത് അംബാനി അദാനി ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രാജ്യത്തെ അംബാനി അദാനിമാർക്ക് തീരെഴുതി കൊടുക്കുന്നതിന് സമാനമായിട്ടുള്ള ഭരണമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിരന്തരം ആവർത്തിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഈ കിഷോർ ആൽവയുമായിട്ട് VD സതീശൻ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്. അത് ഈ വോട്ടെണ്ണുന്നതിൻ്റെ 2 ദിവസം മുമ്പ്, അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇലക്ഷനെല്ലാം കഴിഞ്ഞ് എക്സിറ്റ് പോൾ പുറത്ത് വന്നതിന് ശേഷം, അതായത് UDFന് അധികാരം കിട്ടും എന്നുള്ളത് 100% ഉറപ്പായ ഫലം പുറത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതിനെപ്പറ്റി ഇവിടെ മാധ്യമങ്ങളിലെല്ലാം വളരെയധികം റിപ്പോർട്ട് ചെയ്തിട്ടും ഈ നിമിഷം വരെയും ആരും അതിനെപ്പറ്റി ഒരു വിശദീകരണം പൊതുസമൂഹത്തിലേക്ക് നൽകിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടത് ഈ VD സതീശന് വേണ്ടിയിട്ടുള്ള ഈ PR വർക്ക് എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു ദുരൂഹത അതിനകത്ത് കാണേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ കാണണം. കാരണം VD സതീശൻ്റെ പല നിലപാടുകളും, പ്രത്യേകിച്ച് നമുക്കറിയാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ VD സതീശൻ എടുത്തിരുന്ന നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ പ്രതിപക്ഷമായിരുന്ന, അതായത് ഇപ്പോൾ ഭരണം വിട്ടൊഴിഞ്ഞ് പിണറായിസ്റ്റുകളോടൊന്ന് ചേർന്നുകൊണ്ട് ഉള്ള ഒരു നിലപാടായിരുന്നു VD സതീശൻ ആ കാലഘട്ടത്തിൽ എടുത്തിരുന്നത്. അതുപോലെ തന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ പോലും എടുത്തിരിക്കുന്ന പല കാര്യങ്ങളും അത് ഇവിടുത്തെ പിണറായിസ്റ്റ് ഭരണകൂടത്തിന് ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രതിപക്ഷമായിട്ടാണ് ശരിക്കും VD സതീശൻ നിലപാട് കൊണ്ടത് എന്നുള്ളതും നമ്മളിവിടെ നോക്കിക്കാണേണ്ടതുണ്ട്. എന്താണെങ്കിലും ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ ഈ കേരളം കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ വിധവ അവരെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. VD സതീശനെ പോലുള്ള നേതാക്കന്മാരെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് അവർ ആ കാര്യങ്ങൾ, അവരുടെ ഹൃദയത്തിൽ നിന്നും വന്ന വേദനയാണ് അവർ പുറം ലോകത്തോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോട് തുറന്നു പറഞ്ഞത്. ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്ക്. സോളാർ ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ്. ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു, ആര് വന്നില്ല താനും. ഇത് 2ാം സോളാർ വിഷയം, പിന്നെ 3ാം സോളാർ ചികിത്സാപ്പിഴ വന്നു. അതിനെക്കുറിച്ച് അതെല്ലാത്തിനും പേരും ദൈവം എനിക്ക് ജയം തന്നു എന്നുള്ള സത്യമാണ്. UN അവാർഡ് വാങ്ങിച്ച് ബഹറിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങൾ ഞെട്ടിപ്പോയി. ജോപ്പനെ അറസ്റ്റ് ചെയ്തു. ജോപ്പനെ ഇപ്പോൾ ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചെയ്ത കുറ്റവത്തായിരുന്നു. അന്ന് ഈ 2ാമത്തെ സോളാർ ആരോപണം അത് ഭയങ്കരമായിട്ട് ഉമ്മൻചാണ്ടി തകർത്ത് കളഞ്ഞു കേട്ടോ. പക്ഷെ ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടിയില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും എൻ്റെ മകൻ്റെ ഒഴിച്ച ആർക്കും ആ വികാരം കാണത്തില്ല. സോളാർ ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ്. ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. നിന്നെ എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നി നോക്കിക്കൊണ്ട് ആരെയും കണ്ടില്ല. ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരും വന്നില്ല താനും. ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ്. അത് ഇന്ന് തെറ്റായി പോയി, അദ്ദേഹത്തിന് വിഷമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചു, കുഞ്ഞിന് ഒത്തിരി വ്യക്തിബന്ധങ്ങളുണ്ടല്ലോ എല്ലാ മേഖലയിലും, ആരും കുഞ്ഞിനോട് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ. ഇന്നെനിക്ക് ഒരുപാട് ദൈവത്തെ പോലെ ഉമ്മൻചാണ്ടിയെ കാണുന്നു, അതുപോലെ എന്നെയും കാണുന്നു. ഒരുപാട് പേര് മുത്തം തരുന്നു, സ്നേഹിക്കുന്നു. അത് വലിയ ആ പ്രാവ് എനിക്ക് ഒത്തിരി ഊർജ്ജം തരുന്നു. പക്ഷേ ഞങ്ങൾ അനുഭവിച്ചൊരു അനുഭവിപ്പേര്
ഞാൻ പറഞ്ഞു, നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. ആരെങ്കിലും സഹതാപം തോന്നുമെന്ന് ആർക്കും തോന്നിയില്ല. ആരെങ്കിലും ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ചു, ആരും ആശ്വസിപ്പിച്ചില്ല. ഞാനും കുടുംബം അനുഭവിച്ച പേര് ചാണ്ടിയുമ്പൻ ഡൽഹിയിൽ നിന്ന് ഒരുപാട് പേര്. രണ്ടാം സോളാർ വിദ്തു, അതിലതും അധികം വിഷമുണ്ടാക്കിയത്. സോളാറെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഒന്നിൻ്റെ അതിനകത്ത് നല്ല ഗുണങ്ങൾ ഞാൻ പറയാം. ഉമ്മൻചാണ്ടിയുടെ ബാത്റൂമിൻ്റെ വാതിക്കൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പുതുപ്പള്ളിയിൽ ആൾക്കാർ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നു. അന്ന് മാത്രം ഉമ്മൻചാണ്ടി ഇരിച്ചേറ്റായിട്ട് ഞാൻ കണ്ടു. ഉമ്മൻചാണ്ടി ഒരു പെണ്ണുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞേക്കാൾ ഭേദം ഞാനൊരു അപരിചിത സഞ്ചാരം നടത്തിയത് പറയുന്നത് തന്നെയാണ്. എനിക്ക് കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഇദ്ദേഹം സഹിച്ചു. അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. രണ്ടാമത്തെ, ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, രണ്ടാമത്തെ സോളാർ ഞങ്ങൾ UN അവാർഡ് വാങ്ങിച്ചു. അതാണ് ഫസ്റ്റിനെക്കാട്ടി രണ്ടാം ലോകമഹായുദ്ധം വലിയ സോളാർ. UN അവാർഡ് വാങ്ങിച്ച് ബഹറിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങൾ. ഞെട്ടിപ്പോയി. ജോപ്പനെ അറസ്റ്റ് ചെയ്തു. ജോപ്പനെ ഇപ്പോൾ ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചെയ്ത കുറ്റകൃത്യമായിരുന്നു. ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. അത് ഞാൻ ഉമ്മൻചാണ്ടി ഒരുപാട് തകർത്തു. ഒരു നിമിഷം ഇങ്ങനെ ഉമ്മൻചാണ്ടി അജഞ്ചനായ ഉമ്മൻചാണ്ടി, ശാന്തനായ ഉമ്മൻചാണ്ടി, ഒരു അജഞ്ചനാടിക്ക് ഞങ്ങൾ പരസ്പരം ഇങ്ങനെ നോക്കി നിന്നു. UN അവാർഡ് വാങ്ങിച്ചു വന്നു. അതിന് മാത്രം ഒരു ആരും, അതാണ് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം. ഇവിടെ നിന്ന് വികസനത്തെക്കുറിച്ചോ ഉമ്മൻചാണ്ടി മനുഷ്യസ്നേഹത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചെക്കുറിച്ച് സത്യം എൻ്റെ മനസ്സാക്ഷി ഞാൻ പറയാണ്. അന്ന് ഈ രണ്ടാമത്തെ സോളാർ ആരോപണം അത് ഭയങ്കരമായിട്ട് ഉമ്മൻചാണ്ടി തകർത്ത് കളഞ്ഞു കേട്ടോ. പക്ഷെ ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടിയില്ല. വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാമായിരുന്നു. ഈ കേസ് സസ്പെൻഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി അറിയാതെ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ പറ. മാധ്യമക്കാരോടൊന്നും എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. എനിക്ക് തോന്നുന്നു അവർ ആണ് ഏറ്റവും നല്ലതായിട്ട് ഇപ്പോൾ തിരിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്, ഏറ്റവും അധികം പബ്ലിക്കും സപ്പോർട്ട് ചെയ്തത്. അന്ന് പക്ഷേ അനുഭവിച്ചത് ഉമ്മൻചാണ്ടി അനുഭവിച്ചു. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്നല്ല പറഞ്ഞത്. സത്യം എന്തെങ്കിലും പുറത്തു വരുമെന്ന് പറഞ്ഞത് അത് സത്യം തന്നെയാണ്. ഇപ്പോൾ ജനം പ്രൂവ് ചെയ്തിരിക്കുന്നു. ദൈവം അതിന് ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നു. അതിനോട് ഞാൻ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ മേല. എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ സോളാർ വിഷയം ജോണിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുസ്തകം എന്ന് വിചാരിച്ചെന്നില്ല ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ ഈ ഒരു വിഷയം ഉണ്ടല്ലോ, ഞങ്ങളുടെ സോളാർ ഞങ്ങളുടെ അഗ്നികൂട്ടത്തിൽ അഗ്നിപർവ്വതമായിട്ട് ഒരു കുടുംബത്തെ പോയി തകർത്ത്. പക്ഷെ അത് സത്യമല്ലേ? അന്ന് ആരെങ്കിലും വന്നാൽ ഉമ്മൻചാണ്ടി, പക്ഷെ അന്ന് ഞങ്ങൾ കുടുംബം വന്നിച്ചു. യേശു ക്രിസ്തു, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, പ്രപിച്ച് നോക്കണ്ട, ഞാൻ നിന്നെ ദൈവമാവും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഇവിടെ CSL അച്ഛന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ 100 പള്ളികളൊക്കെ ഞാൻ വർഷങ്ങൾ പോയിട്ടുണ്ട്. എനിക്ക് പറയാതിരിക്കും, എനിക്ക് ദുഃഖം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി വന്ന വികാരം ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ദൈവം എന്തായാലും സത്യം എന്ന് നിലനിൽക്കും. ഒരു ആ ഉമ്മൻചാണ്ടിയുടെ വ്യക്തി ഇപ്പം ഞാൻ വെച്ച് എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചില്ല, പെട്ടെന്ന് രാജിവെക്കുന്ന ആളാണ്. അപ്പം എനിക്ക് മനസ്സിലായി, ഉമ്മൻചാണ്ടി എന്ന് രാജിവെച്ചാൽ ഒരു സ്ത്രീയുടെ ആരോപണത്തിന് പുറത്ത് ഉമ്മൻചാണ്ടി രാജിവെച്ചെന്ന് പറഞ്ഞു ഇല്ലേ? പറയത്തില്ലേ? അങ്ങനെ പറയും. പക്ഷെ അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാൻ. പക്ഷെ ഇന്ന് അദ്ദേഹം എന്താ, സൂര്യചന്ദ്ര താരങ്ങളെക്കാളും സ്വർഗീയ നട്ടുണ്ട്. ഈ സോള വിഷയം കുഴിച്ചു മൂടപ്പെട്ട വിഷയമാണ്, എടുക്കാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ ഈ സോള വിഷയം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അത്രമാത്രം ഞാൻ വികാരപ്പെടുത്തി. ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇത് രണ്ടാമത്തെ സോളാർ വിഷയം. പിന്നെ മൂന്നാം സോളാർ വിഷയം ചികിത്സാപ്പിഴ വന്നു. അതിനെക്കുറിച്ച് അതെല്ലാത്തിനും പേരും ദൈവം എനിക്ക് ജയം തന്നു എന്നുള്ള സത്യമാണ്. എല്ലാത്തിനകത്തും ദൈവം എപ്പോഴും നീതിമാനാണ്. ശ്രീ ശശി തരൂരിനറിയാം 5 വർഷക്കാലം മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങളെ ജർമ്മനിക്ക് അയച്ചതെന്ന്, 22 എങ്ങനെയാണ് ജർമ്മനിക്ക് അയച്ചത് എന്നുള്ളത്. അദ്ദേഹം എടുത്ത താല്പര്യമൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. KC വേണുഗോപാൽ എടുത്ത താല്പര്യം മറക്കാൻ പറ്റത്തില്ല. ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ദയവ് ഇത് ക്ഷമിക്കണം. ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയുടെ പാതയിൽ വിശ്വസിക്കുന്നു, സഹിഷ്ണുതയുടെ പാതയിൽ വിശ്വസിക്കുന്നു. അത് ഗാന്ധിയൻ പാതയാണ്, അത് രാഹുൽ ഗാന്ധിയുടെ പാതയാണ്, അത് ശ്രീമതി സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പാതയാണ്. ആ പാതയിലാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്.
അത് വിട്ട് ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? ഒരു രാഷ്ട്രീയ മര്യാദ കാണിച്ചു. അതിലെങ്ങനെയാണ് എൻ്റെ അനുസ്മരണത്തിൽ പോലും, അനുസ്മരണത്തിനെങ്കിലും വെറുതെ വിടൂ, അനുസ്മരണത്തിനെങ്കിലും നിങ്ങൾ വെറുതെ വിടൂ. ഈ പറഞ്ഞൊരു വ്യക്തി നിങ്ങൾക്കറിയാം, സോളാർ സമയത്ത് എൻ്റെ പിതാവിനെ ആക്രമിച്ചു, എന്നെ ആക്രമിച്ചു, എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു. എനിക്ക് പറയുന്നതിലൊന്നും മടിയില്ല. എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഞാനൊരു കേസ് പോലും കൊടുത്തിട്ടില്ല. അതും ക്ഷമയുടെ പാതയല്ലേ? അതും സഹിഷ്ണുതയുടെ പാതയല്ലേ? 22 പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിനെ കൊല്ലുവാൻ ശ്രമിച്ചു. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല. എൻ്റെ ക്ഷമയുടെ പാതയിലാണ് അങ്ങ് നിൽക്കുന്നതെന്ന് അങ്ങ് മറക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ആ സോളാർ വിഷയത്തിലും അതിനുശേഷം ഉമ്മൻചാണ്ടി സാറിനെതിരെ അന്നത്തെ സോളാർ നായികയായിരുന്ന സരിത ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് നൽകിയ ആ ഒരു പരാതി, അത് ആ ഉമ്മൻചാണ്ടി സാറിനെയും ആ കുടുംബത്തെയും കോൺഗ്രസ് നേതൃത്വത്തെയും എത്രമാത്രം വേദനിപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു സംഭവം പോലും കൂടെ കെ പി ഗണേഷ് കുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ കളിച്ച നെറുകെട്ട കളിയോടൊത്ത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശനെ പോലുള്ളവർ പോലും ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളൊരു നിലയിലേക്കായിരുന്നു ആ കാലഘട്ടത്തിൽ അന്ന് കോൺഗ്രസ്സിനുണ്ടായ ഒരു വിഷമം എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതിൻ്റെ സ്വരമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ വിധവയായിട്ടുള്ള, അതായത് ഇപ്പോഴത്തെ യുവ നേതാവായിട്ടുള്ള ചാണ്ടി ഉമ്മൻ്റെ മാതാവായിട്ടുള്ള ആ മേഡത്തിൻ്റെ വായിൽ നിന്നും ഇപ്പോൾ നമ്മൾക്ക് കേൾക്കാൻ കേട്ട ആ ഒരു വാചകം, അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഹൃദയവേദനയിൽ നിന്നാണ് ആ ഒരു വാചകം പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രവർത്തികൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ പാരപണിയുന്ന ഒരു നേതാവ് ആയിപ്പോയി വി ഡി സതീശൻ എന്നുള്ളതും ചില സന്ദർഭത്തിലെങ്കിലും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഹൈക്കമാൻഡിനോട് പറഞ്ഞു വെക്കാനുള്ളത്, ഈ 3 പേരിൽ നിന്ന് ആരെയും നിങ്ങൾക്ക് നല്ലൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ ഞങ്ങൾ ഹൈക്കമാൻഡിനോട് നിർദ്ദേശിക്കുന്നു, ചാണ്ടി ഉമ്മനെ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കുക. കാരണം ചാണ്ടി ഉമ്മൻ ഈ കേരളം കണ്ട മഹാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളതിൻ്റെ എല്ലാ ക്വാളിറ്റിയും അതിനേക്കാളും ഒരു മടങ്ങ് കൂടി മുമ്പോട്ട് വെക്കാവുന്ന രീതിയിലാണ് ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തനം. പ്രത്യേകിച്ച് ഇപ്രാവശ്യം നടന്നിരുന്ന ആ ഒരു ഇലക്ഷൻ പ്രചരണം മാത്രം നോക്കിയാൽ മതി. ചാണ്ടി ഉമ്മൻ നടത്തിയ ആ ഇലക്ഷൻ പ്രചരണം പോലെ കേരളത്തിലെ മറ്റൊരൊറ്റ സ്ഥാനാർത്ഥിയും നടത്തിയില്ല എന്ന് മാത്രമല്ല, ചാണ്ടി ഉമ്മൻ അവരെ എല്ലാം കടത്തിവെട്ടിക്കൊണ്ട്, അതായത് യാതൊരുവിധ ഇലക്ഷൻ പ്രചരണവും ശരി പബ്ലിക്കിൻ്റെ മുമ്പിൽ, അതായത് പൊതുസമൂഹത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന രീതിയിലുള്ള യാതൊരുവിധ ഇലക്ഷൻ പ്രചരണവും ഇല്ലാതെ തന്നെ വമ്പൻ ഭൂരിപക്ഷത്തിൽ 500,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചു വന്നിരിക്കുന്നു. ജനത്തിന് പൊതുസമൂഹത്തിന് ഏറ്റവും മാതൃകയാകാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ചാണ്ടി ഉമ്മൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കേണ്ടത് എന്ന് മാത്രമാണ് പൊതുസമൂഹത്തിന് ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, നല്ലൊരു പ്രതീക്ഷയോടുകൂടി ഈ UDF-നെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രയത്നിച്ച പൊതുസമൂഹത്തിൻ്റെ ആ വികാരം ഇനിയെങ്കിലും ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന കമാൻഡ് ഒന്ന് ഉൾക്കൊള്ളണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.